ഹലോ, അപ്പോൾ നമുക്കിന്ന് മിനി ക്ലിപ്പ് ബോർഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ ഷോ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അല്ലേലും ആർക്കല്ലേ സ്കൂളിൽ പോയിട്ട് ഷോ ഇറക്കാൻ ഇഷ്ടമല്ല. എങ്കിൽ ഇത് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം. ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ബെസ്റ്റ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി കളറായിട്ട് ഇത് വെച്ച് നടക്കുന്ന ആലോചിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സോറി പറഞ്ഞിപ്പോൾ വീഡിയോയുടെ കാഭാഗം. എനിവേ നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്ന അളവുകളിൽ ഇങ്ങനെ കാർഡ്ബോർഡ് വെട്ടിയെടുക്കാം. പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ പേപ്പറില്ലേ, അത് ഞങ്ങൾ ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഡോംസിന്റെ പേസ്റ്റൽ ബ്രഷ് പെൻ വെച്ച് വരച്ചതാണ്. കൂട്ടാണല്ലോ മെയിൻ. അപ്പൊ പേസ്റ്റൽ കളർ നിർബന്ധ. ഇൻഡസ്ട്രി പോയി ക്യൂട്ട് പാറ്റേൺ പേപ്പർ ഒന്ന് സെർച്ച് ചെയ്താൽ അത് അടിപൊളിയായിട്ട് കുറെ വരും. അതൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ആ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫെവികം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടിച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പരന്നു വരും. അതാണ്ട് നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പാടും. എന്തായാലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് മതിയായി. ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് പാട്ടേക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിരുന്ന് കാണണം. ഇതിൽ എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പണി പാളും. മാക്സിമം വീഡിയോ പോസ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കാം. ഇതുപോലെ വെട്ടിക്കഴിഞ്ഞെങ്കിൽ ഇനി പശ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളൊരിക്കലും പാർഷ്യാലിറ്റി കാണിക്കരുത്. പുറത്ത് കവർ ചെയ്താൽ ഉള്ളിലും കവർ ചെയ്യണം. ഇനി അതൊക്കെ കവർ ചെയ്തെടുക്കുമ്പോൾ ഇനി കുറച്ച് പോക്കറ്റുകൾ വേണ്ടേ? ഇനിയിപ്പോൾ അതുണ്ടാക്കാം. ക്യൂട്ടാവാൻ ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് ഒന്ന് ഇട്ടെടുക്കാം. ദാ ഇതേപോലെ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പുറകിൽ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കമോൺ, ഇനി നമുക്ക് ഒട്ടിക്കാം. ഇനി ഇതേപോലത്തെ ക്ലിപ്പ് വേണം. ഇതെല്ലാ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു ക്ലിപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബോർഡിൽ നിന്ന് ഇതേപോലെ മുറിച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു പേന തൂക്കാൻ വേണ്ടി ഒരു സംഭവം കൂടി ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ക്യൂട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാവായി സ്റ്റിക്കേഴ്സ് വേണമല്ലോ. ഇത് ഞാൻ വരച്ച സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ, പ്രിന്റ് എടുപ്പിച്ചതാണ്. എന്തായാലും ബ്ലൂവിന് ബ്ലൂ തീമിൽ തന്നെ ആക്കി കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ ചെറുപറാന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ ഇത്ര അടിപൊളി ലുക്കായില്ലേ. ഇനി ഫ്രണ്ടിലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ പാർഷ്യാലിറ്റി പാടില്ല. കമോൺ, ഇനി നമുക്കിത് കുത്തി നിറച്ചിട്ട് കാണണ്ടേ? ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 2 3 സ്റ്റാർട്ട്. ഇതൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.